മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ തിണ്ണനിരങ്ങികളാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്ന്. എന്നാൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ തന്നെ ഈ സത്യം വിളിച്ചു പറഞ്ഞാലോ? പല രാത്രികളിലും ധാരണാ ചർച്ചകൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പി ഓഫീസിൻ്റെ തിണ്ണ നിരങ്ങിയിട്ടുണ്ടെന്നുള്ള ആ സത്യം. മുസ്ലിം ലീഗ് ഞങ്ങളെ പിന്തുണ തേടിയിട്ടുണ്ട്. ഈ പ്രചാരണം കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിന് വേണ്ടിയാണെങ്കിൽ മുസ്ലിം ലീഗും പിന്തുണ തേടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി എവിടെയും പോയിട്ടില്ല. ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഭരണം പിടിക്കാൻ വേണ്ടി എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ പിന്തുണ തേടിയിട്ടില്ല. നിങ്ങൾക്ക് ചാരിത്ര പ്രസംഗം നടത്താനുള്ള അവകാശമില്ല. കേട്ടല്ലോ, ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? കോൺഗ്രസ് ഈസ് ഈക്വൽ ടു ബി ജെ പി. യാതൊരു സംശയവുമില്ലാതെ തന്നെ ഇനി പറയാം. 4 വോട്ടിന് വേണ്ടി ഏത് സംഘിയുടെയും ഏത് ബി ജെ പിക്കാരൻ്റെയും ഏത് ജമാഅത്തെ ഇസ്ലാമിയുടെയും തിണ്ണനിറങ്ങുവാൻ കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും യാതൊരു മടിയുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ. അതുമാത്രമല്ല, ഷാഫി പറമ്പിൽ എങ്ങനെയാണ് വടകര നിന്ന് ജയിച്ചത്? ഇതേ SDPIയുടെ വോട്ട് ശേഖരിച്ച് തന്നെയാണ് ഷാഫി പറമ്പിലും ജയിച്ചത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവില്ല. SDPIയുടെ തിണ്ണനിരങ്ങി തന്നെയാണ് ഷാഫി പറമ്പിലും വിജയിച്ചു വന്നത്. ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ സത്യം വിളിച്ചു പറയുമ്പോൾ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും വളർന്നു വരുന്ന സംഖ്യകളാണെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ തന്നെ ഗോൾവാക്കറുടെ മുന്നിൽ മുട്ടിൽ നിന്നുകൊണ്ടല്ലേ വി ഡി സതീശൻ തിരികൊളുത്തിയത്? ക്ഷമിക്കണം, സംഘി സതീശൻ തിരികൊളുത്തിയത്. അതുകൊണ്ട് ഇത്തരം സത്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത്ഭുതപ്പെടാനില്ല. എന്നാലും മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്ന ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാര്യം, ഒരു സംഘപരിവാർ ശക്തികൾക്കും അടിയറവ് വയ്ക്കേണ്ടതല്ല കേരളം എന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തെ. അപ്പോൾ രായ്ക്ക് രായ്മാനം ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് പറയുന്ന സതീശനോടാണ്. സതീശനടങ്ങുന്ന കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കന്മാരുമൊക്കെ ഇരുട്ടിൻ്റെ മറവിൽ ബി ജെ പിയുടെ തിണ്ണ നിരങ്ങിയിട്ടുണ്ടെന്നുള്ള വാസ്തവം മുൻ ബി ജെ പി അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെ അല്ലെങ്കിൽ ഉള്ളിസുര തന്നെ പുറത്തേക്ക് വിടുമ്പോൾ ഇനി എന്തു മറുപടിയാണ് സതീശന് പറയുവാനുള്ളത്? മുസ്ലിം ലീഗ് ഞങ്ങളെ പിന്തുണ തേടിയിട്ടുണ്ട്. ഈ പ്രചാരണം കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിന് വേണ്ടിയാണെങ്കിൽ മുസ്ലിം ലീഗും പിന്തുണ തേടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി എവിടെയും പോയിട്ടില്ല. ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഭരണം പിടിക്കാൻ വേണ്ടി എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ പിന്തുണ തേടിയിട്ടില്ല. നിങ്ങൾക്ക് ചാരിത്ര പ്രസംഗം നടത്താനുള്ള അവകാശമില്ല.